ഒരാഗ്രഹം തോന്നിയപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ പൊരിച്ച കോഴിയുടെ ബിരിയാണിയാണ് എന്ന വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായി 1.5 കിലോന്റെ അടുക്ക് ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2.5 ടേബിൾ സ്പൂൺ എടുക്ക മുളക് പൊടി, ഒരു ടീസ്പൂൺ എടുക്ക ചെറുനാരങ്ങ നീര്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് നന്നായി ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുക. 1 മണിക്കൂറിൽ എടുത്ത് റെസ്റ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നല്ലപോലെ അതൊരു മസാല പിടിക്കും. പിന്നെ 4 ഉള്ളി ഞാൻ നേരിയതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല നേരിയതായി തന്നെ കട്ട് ചെയ്യാം, എങ്കിൽ അത് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ നന്നായി ഫ്രൈ ആയി കിട്ടും. ഇങ്ങനെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഫ്രൈ ആക്കാൻ ഇട്ടിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ആക്കാം. ഫ്രൈ ആയി വരുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കോരി മാറ്റാം. ഇങ്ങനെ 2 പ്രാവശ്യമായി ഞാൻ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചിട്ടായിട്ട് അത് ചൂടായി വരുമ്പോൾ ചിക്കൻ ഫ്രൈ ആക്കാൻ വെക്കുന്നുണ്ട്. ചിക്കൻ നന്നായിട്ട് ഞാൻ ഫ്രൈ ആക്കുന്നില്ല, ബിരിയാണിക്ക് ആയതുകൊണ്ട് അത് ഒന്ന് വെന്ത് വരുവോളം, അതിന്റെ എല്ലാം വെന്ത് വരുവോളം മാത്രമേ ഞാൻ ഫ്രൈ ആക്കി എടുക്കുന്നുള്ളൂ. ഡീപ് ഫ്രൈ ചെയ്യുന്നില്ല. ഇത്രയും ഫ്രൈ ആയിട്ടാകുമ്പോൾ ഞാൻ കോരി മാറ്റുന്നുണ്ട്. ഇത്ര തന്നെ ധാരാളം, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഫ്രൈ മതിയാവും. ഇങ്ങനെ ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയിൽ 1/3 ഭാഗം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഉള്ളി ഞാൻ നന്നായി കൈകൊണ്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇത് മസാലയ്ക്ക് ചേർക്കാൻ വേണ്ടിയാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. 1.5 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചിയും 17 വെളുത്തുള്ളിയും ഒരു 10ഓളം പച്ചമുളകും ജസ്റ്റ് ചതച്ചതാണ്. പിന്നെ 3 തക്കാളി ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര് എടുത്തിട്ടുണ്ട്. ഇനി മസാല ആക്കാൻ തുടങ്ങാം. ചിക്കൻ ഫ്രൈ ആക്കിയ ഓയിൽ കുറച്ച് മാറ്റി വെച്ച് കുറച്ച് ഓയിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് നന്നായി വഴറ്റാം. വഴന്ന് വരുമ്പോൾ അതിലേക്ക് മുറിച്ച് വെച്ച തക്കാളി ഇട്ട് നന്നായി വഴറ്റാം. തക്കാളി നല്ലപോലെ വെന്തൊടിയണം. വെന്ത് വരുമ്പോൾ നമുക്ക് പൊടിച്ചു വെച്ച ഫ്രൈ ആക്കിയ ഉള്ളിയില്ല, അത് കൂടി ചേർക്കാം. അത് ഫുള്ളായി ചേർത്ത് നന്നായി മിക്സ് ആക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് യോജിപ്പിക്കാം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, ചിക്കനെല്ലാം ഉപ്പിട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഈ സമയത്ത് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാൻ ഞാൻ 1.5 ടീസ്പൂൺ എടുക്കാൻ ഗരം മസാല ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് എന്തെങ്കിലും മിസ്സായ ക്ലിപ്പ് അത് കൂടി ചേർക്കാം. പിന്നെ ഈ സമയത്താണ് തൈര് ചേർക്കേണ്ടത്. ഞാൻ തട്ടിക്കുട്ടി ഉണ്ടാക്കുന്നതുകൊണ്ട് ചേർക്കുന്നില്ല, നിങ്ങൾ ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ എടുക്കുക തൈര് ചേർക്കാം, പുളി നോക്കിയിട്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ എടുക്കുക ലെമൺ ജ്യൂസും ചേർക്കാം. ഞാൻ അതും ചേർക്കാൻ എനിക്ക് മറന്നുപോയി. പിന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ആക്കി ചിക്കൻ അതിലേക്ക് ഇട്ട് മിക്സ് ആക്കി. ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പൊ ഞാൻ ചേർക്കുന്നുണ്ട്. ഞാൻ 1 ടീസ്പൂൺ എടുക്കുക ചേർക്കുന്നുണ്ട് ചെറുനാരങ്ങ നീര്. ഞാൻ തൈര് ചേർക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. എന്നിട്ട് നന്നായി മിക്സ് ആക്കാം. പിന്നെ അതിലേക്ക് ഞാൻ ഒരു വലിയ കൈപ്പിടി മല്ലിച്ചപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ നേരെ പകുതി പുതിന കൂടി ചേർക്കാം. എന്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് മിക്സ് ആക്കിയ ശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് ഇട്ട് വെക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇനി റൈസ് ഉണ്ടാക്കാം. 1 കിലോ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 2.5 ടേബിൾ സ്പൂൺ എടുക്കാൻ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു 2-3 കഷ്ണം പട്ടയും പിന്നെ ഒരു 3 ഏലക്കയും 4 ഗ്രാമ്പൂ ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് റൈസ് ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. റൈസ് ഇട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് വറുത്തെടുക്കുന്നുണ്ട്. നന്നായി ഒരു സൗണ്ടും ഒരു സ്മെല്ലും വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂട് വെള്ളം വേണം ഒഴിക്കാനായിട്ട്. അരിയുടെ ഡബിൾ ആയിട്ടാണ് വെള്ളം ചേർക്കുന്നത്. ഞാൻ എന്റെ ഒരു വലിയ പാട്ടയിൽ 1 കിലോന്റെ പാട്ടയിൽ ഫുൾ ഉണ്ടായിരുന്ന അരി, അതിന്റെ ഡബിൾ ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് ചെക്ക് ചെയ്യുമ്പോൾ ഒരു പടി മുമ്പിൽ ഉപ്പ് ഉണ്ടാവണം, എന്നെങ്കിൽ അത് കറക്റ്റ് ആവും. എന്നിട്ട് കുക്കറിൽ ഒരു വിസിലടിക്കോളം ഞാൻ വെക്കുന്നുണ്ട്. പിന്നെ ദം ഇടാൻ വേണ്ടി ഒരു വലിയ പാത്രത്തിലേക്ക് പകുതി റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ മുകളിലേക്ക് എല്ലാ മസാല ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് ബാക്കിയുള്ള റൈസ് കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് യെല്ലോ കളർ കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂൺ എടുക്കുക നെയ്യ് കൂടി അങ്ങനെ സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഭാഗം ഫ്രൈ ആക്കിയ ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ടായിട്ട് അത് കൂടി അതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിച്ചപ്പും പുതിനയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് ദമ്മാക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഒരു മണിക്കൂർ അങ്ങനെ തന്നെ വെക്കാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പൊ അതിലേക്ക് നല്ല ഫ്ലേവറിൽ പിടിച്ച് നന്നായിട്ടുണ്ടാവും.